പാകിസ്ഥാന് മുന്നറിയിപ്പും ഇന്ത്യക്ക് പിന്തുണയുമായി അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാൻ പ്രദേശം ഒരു രാജ്യത്തിനുമെതിരായി ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരുമായി സാമ്പത്തിക നയതന്ത്ര ബന്ധങ്ങൾ വർദ്ധിപ്പിക്കാൻ ഇന്ത്യ. 6 ദിവസത്തെ സന്ദർശനത്തിനായി അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലെത്തി. ഇന്ത്യയുമായുള്ള അടുപ്പം വ്യക്തമാക്കുന്നതോടൊപ്പം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാന് കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകുകയാണ് അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താഖി. ഒരു തീവ്രവാദ സംഘടനയും അഫ്ഗാന്റെ മണ്ണിൽ ഇപ്പോഴില്ലെന്നും അത്തരം പ്രവർത്തനങ്ങൾ താലിബാൻ ഭരണകൂടം അനുവദിക്കില്ലെന്നും മുത്താഖി പറഞ്ഞു. ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് പോലുള്ള തീവ്രവാദ സംഘടനകൾ അഫ്ഗാനിസ്ഥാനിൽ കുറേ കാലം പ്രവർത്തിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ 4 വർഷത്തിനിടെ താലിബാൻ ഭരണകൂടം അവയെല്ലാം തുടച്ചു നീക്കി. അഫ്ഗാനിസ്ഥാനിലെ ഒരു ഇഞ്ച് മണ്ണ് പോലും അവരുടെ നിയന്ത്രണത്തിലല്ല എന്നും മുത്താഖി വ്യക്തമാക്കി. ഇന്ത്യ സന്ദർശനത്തിനെത്തിയ മുത്താഖി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി. അഫ്ഗാനിൽ ഭൂകമ്പമുണ്ടായപ്പോൾ ഇന്ത്യയാണ് ആദ്യം സഹായവുമായി എത്തിയത്. അഫ്ഗാൻ ഇന്ത്യയെ അടുത്ത സുഹൃത്തായാണ് കാണുന്നതെന്നും പരസ്പര ബഹുമാനത്തിലും വ്യാപാര മാനുഷിക ബന്ധങ്ങളിലും അടിയുറച്ച ഒരു ബന്ധമാണ് ആഗ്രഹിക്കുന്നതെന്നും മുത്താഖി വ്യക്തമാക്കി. അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിൽ ഇന്ത്യൻ എംബസിയുടെ പ്രവർത്തനം പുനരാരംഭിക്കുമെന്ന കൂടിക്കാഴ്ചയിൽ എസ് ജയശങ്കർ പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാര ബന്ധം മെച്ചപ്പെടുത്താൻ എയർ കോറിഡോർ ശക്തിപ്പെടുത്താനും ധാരണയായി. അഫ്ഗാനിലെ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ ഇന്ത്യ വിശാലമാക്കും. അതിനിടെ അഫ്ഗാനിസ്ഥാനെതിരെ വിമർശനവുമായി പാകിസ്ഥാൻ രംഗത്തെത്തി. അഫ്ഗാൻ 1-ാം നമ്പർ ശത്രുവാണെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് പറഞ്ഞു. പാകിസ്ഥാൻ നൽകിയ സൗകര്യങ്ങൾ ആസ്വദിച്ചിട്ടും തങ്ങളോട് കൂറില്ല എന്നായിരുന്നു പരാമർശം. ന്യൂസ് ഡെസ്ക് അമൃത TV.